Hi, hello friends. Welcome to the new section of Almus PC channel. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സും ഡിഫറെൻറ്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ഫോഴ്സും തമ്മിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പം ബ്ലാക്ക് ബോർഡും ചോക്കും തമ്മിലുള്ളത് ഏത് തരം ഫോഴ്സ് ആണെന്ന് ഞാൻ ചോദിച്ചിരുന്നു, കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു അഡീഷൻ ഫോഴ്സ് എന്ന്. വളരെ റൈറ്റ് ആയിട്ടുള്ള ആൻസറാണ് അത്. അപ്പോഴാ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാ വീഡിയോ കണ്ടു പോകാതെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. അങ്ങനെയാകുമ്പോൾ എനിക്കത് വലിയൊരു സപ്പോർട്ടാകും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഒക്കെ ലൈക്കും ചെയ്യുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്, വളരെ ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ അത് കറണ്ട് അഫയർസ് സെക്ഷനിൽ വരുന്നതാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. കേരള സർക്കാർ വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുവാൻ തീരുമാനിച്ചു. നമ്മുടെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരു വകുപ്പ് രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചു. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് എൽഡർലി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുന്നത്. ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? എൽഡർലി. ഇനി ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? മുഖ്യമന്ത്രി വടശ്ശേരിൽ ദാമോദരൻ സതീശനാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഇനി ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിൽ 60% വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം കുറഞ്ഞു വരുവാണോ കൂടി വരുവാണോ? കൂടി വരുവാണല്ലേ. അപ്പം 2051 ആകുമ്പോൾ കേരള ജനസംഖ്യയുടെ 30%, ആ ശതമാനം ഇമ്പോർട്ടൻ്റ് ആണ്, 30% വയോജനങ്ങളായിരിക്കുമെന്ന് കണക്കുകൾ പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും ഓർത്തിരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് പ്രഖ്യാപനം നടത്തിയത്? എത്ര വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് വയോജനങ്ങളായിട്ടുള്ളവർ. പിന്നെ 2051 ജനസംഖ്യ ഏകദേശം എത്ര ശതമാനം വയോജനങ്ങളായിരിക്കുമെന്നാണ് പറയുന്നത്? 30%. പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് എൽഡർലി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ്, ചോദിച്ചിരിക്കും, ഉറപ്പാണ്. ഇനി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, പെൻഷൻ, സാമൂഹിക സുരക്ഷ എന്നിവയൊക്കെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയാണ് ഈ വകുപ്പ് ആരംഭിച്ചത്. അത് അതിൻ്റെ ലക്ഷ്യമാണ്, അതിൻ്റെ ഉദ്ദേശമാണ്. അപ്പം അതും മനസ്സിലാക്കിയിരിക്കുക. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയൊരു ചെറിയ ടോപ്പിക്കാണിത്. കറണ്ട് അഫയർ സെക്ഷനിൽ ചോദിക്കും. നിങ്ങൾ മാക്സിമം ഇത് നോക്കിയിട്ട് പോവുക. അപ്പം നേരത്തെ തന്നെ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് നേരുന്നു. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.